പ്രതിഭാഗത്തിനും പ്രോസിക്യൂഷനും ഒരുപോലെ ആശങ്കയുണ്ടാക്കിയിരുന്ന ഒരു കേസാണ് TP കേസ്. പ്രതിഭാഗം കൂടുതൽ പേരെ വെറുതെ വിടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ പ്രോസിക്യൂഷനിലും ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കേസിലെ ആദ്യ സാക്ഷികളെ സംബന്ധിച്ച തർക്കമാണ് പ്രതിഭാഗം കോടതിയിൽ പ്രധാനമായും ഉയർത്തിയത്. പക്ഷേ ഇന്ന് 10:30 ആ സുപ്രധാനമായ വിധി പ്രസ്താവം വന്നപ്പോൾ ഹൈക്കോടതി ചിന്തിച്ചത് TP കേസിലെ വലിയ ഗൂഢാലോചനയെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് നേരത്തെ വെറുതെ വിട്ട 2 പ്രതികളെ, കേസിലെ 10ാം പ്രതിയായ KK കൃഷ്ണനെയും 12ാം പ്രതിയായ ജ്യോതി ബാബുവിനെയും കൂടി കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. അതിനും അപ്പുറത്തേക്ക് കോടതി ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്ന കൊലയാളി സംഘങ്ങളടക്കം 12 പ്രതികൾ, ആ 12 പ്രതികളുടെ കാര്യത്തിൽ അവരുടെ ശിക്ഷ ഉയർത്തുന്ന കാര്യത്തിലും കോടതിയുടെ സുപ്രധാനമായ തീരുമാനം വരാനിരിക്കുകയാണ്. ഈ മാസം 26-ന് ഈ ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തത്തിൽ നിന്ന് വധശിക്ഷയായി ഉയർത്തണമോ എന്ന കാര്യത്തിലുള്ള സുപ്രധാനമായ തീരുമാനം ഹൈക്കോടതിയിൽ നിന്ന് വരികയും ചെയ്യും. ഏറ്റവും നല്ല വിധിയാണ് വന്നിരിക്കുന്നത്. അഭിപ്രായം പറഞ്ഞതിനാണ് ചന്ദ്രശേഖരനെ പാർട്ടി ആലോചിച്ച് വെട്ടിക്കൊന്നത്. ഇപ്പോൾ കോടതി കൂടുതലായി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 10ഉം 12ഉം പ്രതികൾ, അവരോട് 26-ന് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേസിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന മറ്റു പ്രതികൾ, അവരെയും 26-ന് കോടതിയിൽ ഹാജരാക്കണം. ഈ പ്രതികളോട് കോടതി ശിക്ഷ സംബന്ധിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കും. അതിനുശേഷമായിരിക്കും ജീവപര്യന്തത്തിൽ നിന്ന് വധശിക്ഷയിലേക്ക് ഈ കേസിൽ ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്ന പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം വരുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലാർജർ കോൺസ്പിറസിയിലേക്ക് കോടതി കടന്നിരിക്കുന്നു എന്നതാണ്. പ്രോസിക്യൂഷൻ ഈ കേസിൽ ഈ അപ്പീലിൽ വാദം നടക്കുന്ന സമയത്ത് സാക്ഷികളുടെ വിശ്വാസ്യത സംബന്ധിച്ച് പ്രതിഭാഗം സംശയം ഉന്നയിച്ചപ്പോൾ അവർ എടുത്ത പ്രധാനപ്പെട്ട തന്ത്രമെന്നത് 2009 മുതൽ TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചനകൾ നടന്നുവെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ കോടതിയിൽ ഹാജരാക്കി. ആ ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇതിലെ വലിയ ഗൂഢാലോചനയിലേക്ക് അവരുടെ വാദങ്ങൾ മുന്നോട്ട് പോയത്. ആ വാദങ്ങളാണ് പ്രോസിക്യൂഷനെ ഈ കേസിൽ ഇപ്പോൾ സഹായിച്ചിരിക്കുന്നത്. KK കൃഷ്ണനും ജ്യോതി ബാബുവും കൂടി ഇതിൽ കുറ്റക്കാരായി വരുമ്പോൾ CPM കൂടുതൽ പ്രതിക്കൂട്ടിലാവും. കാരണം CPMന്റെ പ്രധാനപ്പെട്ട ഭാഗത്തെ പ്രവർത്തകരാണ് KK കൃഷ്ണനും ജ്യോതി ബാബുവും. KK കൃഷ്ണനാണ് TP ചന്ദ്രശേഖരന്റെ തല പൂക്കുല പോലെ ചെതറിക്കുമെന്ന് പ്രസംഗിച്ചത്. ആ പ്രസംഗമാണ് KK കൃഷ്ണന് വിനയായി മാറിയത്. ജ്യോതി ബാബുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ കേസിൽ കെ സി രാമചന്ദ്രൻ ജ്യോതി ബാബുവിനെയാണ് ആദ്യമായി ഈ കൊട്ടേഷന് വേണ്ടി സമീപിക്കുന്നതെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. അങ്ങനെ ആ 2 പ്രതികൾ കൂടി ഈ കേസിന്റെ ഭാഗമായി വരുമ്പോൾ CPMലേക്ക് നേരിട്ട് KK രമ വിരൽ ചൂണ്ടുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 26-ന് ഹൈക്കോടതി ഈ കേസിൽ എന്ത് തീരുമാനമെടുക്കുമെന്നതാണ്. പ്രതികളുടെ ശിക്ഷ വധശിക്ഷയിലേക്ക് ഉയർത്തുകയാണ് എങ്കിൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറാൻ പോകുന്നതും ഈ TP കേസ് തന്നെയായിരിക്കും. ഇതാണെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പറഞ്ഞ കാര്യങ്ങൾ. ഉത്തരവിലെ വളരെ പ്രധാനപ്പെട്ട വസ്തുതകളാണ് പ്രേക്ഷകർ കണ്ടത്. ഇനി അതിഥികളിലേക്ക് പോവുകയാണ്. N. വേണു, RMPയുടെ സെക്രട്ടറി, റെജി ലൂക്കോസ് ഇടത് സഹയാത്രികൻ കൂടി ചേരുകയാണ്. ശ്രീ N. വേണു, കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായി ഇത് കാലങ്ങളായി ചർച്ച ചെയ്യപ്പെടുകയും അതിൻ്റെ അലയൊലികൾ ഇന്നും കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് കോടതിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പ്രധാനപ്പെട്ടതായി വരുന്നത്. ഈ ഗൂഢാലോചന ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ആ ഗൂഢാലോചനയുടെ അംശങ്ങളും ഒക്കെ വിപുലമാവുകയും അതിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നുണ്ട് എന്ന് കോടതിക്ക് കൂടി ബോധ്യപ്പെട്ടിരിക്കുകയാണോ? അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന തലത്തിലെ വിപുലമായ വസ്തുതകളും അതിൻ്റെ നിലവിലെ അവസ്ഥകളും മാറപ്പെടുന്നുണ്ടോ? ഈ CPMന് ഏൽക്കുന്ന ഒരു തിരിച്ചടിയായി ഇതിനെ വ്യാഖ്യാനിക്കാമോ? ഒപ്പം P. മോഹനൻ എന്ന പ്രധാനപ്പെട്ട CPM നേതാവ് ഈ പരിധിയിലേക്ക് വരുന്നില്ല എന്ന ആശ്വാസം CPMനെ സംബന്ധിച്ചോളം അവർ ഉയർത്തുന്നുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരർത്ഥത്തിൽ ഉന്നയിച്ച കാര്യങ്ങളിൽ ഒരു തിരിച്ചടി കൂടി ലഭിക്കുന്നുണ്ട്. എങ്ങനെയാണ് താങ്കൾ ഇന്നത്തെ കോടതിയുടെ നിരീക്ഷണങ്ങളെ പൊതുവേ കാണാൻ ആഗ്രഹിക്കുന്നത്? യഥാർത്ഥത്തിൽ ചരിത്രപ്രസിദ്ധമായ ഒരു വിധിയാണിന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നുണ്ടായിട്ടുള്ളത്. TP ചന്ദ്രശേഖരൻ കേസ് CPIMൻ്റെ ഉന്നത രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്ന് അസന്ദിഗ്ധമായി ഹൈക്കോടതിയുടെ ഇന്നത്തെ വിധിയിലൂടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. വിചാരണ കോടതിയിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾ അവരുടെ ശിക്ഷ ഉറപ്പുവരുത്തുകയും
അതോടൊപ്പം നേരത്തെ വിചാരണ കോടതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട ആളുകളുടെ ഈ ശിക്ഷയുടെ ഭാഗമാക്കണമെന്ന് പറയുന്ന ഞങ്ങളുടെ അപ്പീലിന് അനുകൂലമായ പരിഗണനയാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. അത് ഏറ്റവും പ്രധാനം കെ കൃഷ്ണൻ എന്ന് പറയുന്നത് CPIMൻ്റെ മുൻ ഏരിയ കമ്മിറ്റി അംഗമാണ്. അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ഉന്നതനായ ഒരു CPM നേതാവാണ്. ആ CPM നേതാവ് ഉൾപ്പെടെ പാനൂരിലെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ജ്യോതിർബാബു ഉൾപ്പെടെയുള്ള ആളുകൾ കൂടി ഗൂഢാലോചനയുടെ ഭാഗമായി വന്നപ്പോൾ യഥാർത്ഥത്തിൽ വിരൽ ചൂണ്ടുന്നത് ഹൈക്കോടതിയുടെ ഈ സന്ദേശം CPMൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് ഈ ഗൂഢാലോചന ഉണ്ട് എന്നതാണ്. അതിലിപ്പോൾ P. മോഹൻ മാസ്റ്ററെ ഹൈക്കോടതി ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ പുതിയ കണ്ടെത്തലുകളോടുകൂടി P. മോഹനൻ മാത്രമല്ല, അതിനപ്പുറം കർട്ടന് പിന്നിൽ ഈ വധ ഗൂഢാലോചനയിൽ പങ്കാളികളായ ഉന്നത നേതൃത്വത്തിലേക്ക് എത്തും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയം. കാരണം ഇതൊരു നീതിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇതിനു വേണ്ടി ഞങ്ങൾ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. 26-ാം തീയതി ഹൈക്കോടതി തന്നെ ഇവരുടെ വിധിയെ സംബന്ധിച്ച് പരിശോധിക്കുകയാണ്. ഞങ്ങൾ വിശ്വസിക്കുന്ന ഉയർന്ന രൂപത്തിലേക്കുള്ള ശിക്ഷ ഇവർക്ക് ലഭിക്കുമെന്ന് തന്നെയാണ്. മറ്റൊരു കാര്യം, CPIM ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ്. CPMനെ കരിവാരിത്തേക്കാൻ വേണ്ടി അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അതുപോലെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഒക്കെ പ്ലാൻ ചെയ്ത ഒരു പരിപാടിയായിരുന്നു ഇത് എന്നതാണ്. അത് പൂർണ്ണമായും ഇവിടെ തള്ളിയിരിക്കുകയാണ് ഹൈക്കോടതി. കാരണം ഇതിൽ ഗൂഢാലോചന വളരെ കൃത്യമാണ്. അതിൽ ഉന്നത നേതൃത്വത്തിന് പങ്കുണ്ട്. ഇപ്പോൾ CPMൻ്റെ 2 ജില്ലാ കമ്മിറ്റിയിലെ പ്രധാനപ്പെട്ട ആളുകൾ ഈ കേസിൽ വന്നു. CH അശോകൻ ഈ കേസിലെ പ്രതിയാണ്. നിങ്ങൾ നോക്കൂ, കുഞ്ഞനന്തൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ നേരത്തെ കേരളത്തിൻ്റെ CPMൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള പിണറായി വിജയൻ തന്നെ പറഞ്ഞു കുഞ്ഞനന്തൻ എനിക്ക് വേണ്ടപ്പെട്ട ആളാണ് എന്ന്. മാത്രമല്ല, കുഞ്ഞനന്തൻ ശിക്ഷിച്ച് ജയിലിൽ കിടക്കുന്ന കുഞ്ഞനന്തൻ മരണപ്പെട്ടപ്പോൾ ആയിരക്കണക്കിന് CPMകാർ അനുധാവനം ചെയ്തു, ആഘോഷമാക്കി ആ സംസ്കാര ചടങ്ങ്. സ്വാഭാവികമായും കുഞ്ഞനന്തൻ മരിച്ചിട്ടും കുറ്റക്കാരൻ തന്നെയാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഗൂഢാലോചനയെ സംബന്ധിച്ച് ഇവർ മാത്രമല്ല, തിരശ്ശീലയ്ക്ക് ഉള്ളിൽ വലിയ സാവുകളുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അവരെ കണ്ടെത്താനുള്ള നിയമപോരാട്ടം ഞങ്ങൾ ഇപ്പോഴത്തെ കോണ്ടസ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. കോടതി ഉത്തരവ് പറയുന്ന സമയം അത് 26-ാം തീയതിയാണ്. മാത്രവുമല്ല, കോടതി അസാധാരണമായ ചില നടപടിക്രമങ്ങളിലേക്ക് കൂടി പോകുന്നുണ്ടോ എന്ന് തോന്നിക്കുന്ന വിധത്തിലാണ് ഇന്നത്തെ നടപടിക്രമങ്ങൾക്ക് തുടക്കം വരുന്നത്. കാരണം പ്രതികളുടെ മാനസിക ശാരീരിക അവസ്ഥകൾ സംബന്ധിച്ച റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെടുമ്പോൾ എന്തൊക്കെ കോടതിയിൽ നടക്കാൻ പോകുന്നു, ഈ ശിക്ഷാവിധിയുടെ മെറിറ്റിൽ കോടതി കൈവയ്ക്കുന്നുണ്ട്, ശരികേടുണ്ടായി എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നുണ്ടോ എന്ന സംശയമൊക്കെ നമുക്ക് വരികയാണ്. ഇപ്പോൾ ഇന്ന് കെ രമ എഴുതിയ വരികൾ വളരെ പ്രസക്തമാണ്. ആ 2 വരിയേ ഉള്ളെങ്കിലും 2000 വരികൾക്ക് തുല്യമാണ് എന്ന് ഞാൻ ആമുഖത്തിൽ പറഞ്ഞതിൻ്റെ കാര്യം ആ രാഷ്ട്രീയ വായന കൂടി നമ്മൾ ഇതിൻ്റെ ഭാഗമായി വായിക്കണം. വീണതല്ലവൻ വീണ്ടും ഉയർക്കുവാൻ വിത്ത് പോലെ മറഞ്ഞിരിപ്പുണ്ടവൻ എന്ന വളരെ പ്രധാനപ്പെട്ട 2 വരി എന്തുകൊണ്ടായിരിക്കാം ശ്രീ എൻ വേണു രാഷ്ട്രീയമായി ഈ വരിക്ക് ചേർത്ത് വെക്കണമെന്ന് പലരും പറയുന്നത്? ഇന്നത്തെ അവസ്ഥ ഒരു പൊതുതെരഞ്ഞെടുപ്പിലേക്ക് കൂടി രാജ്യം പോകുന്നു, സംസ്ഥാനത്തെ പൊളിറ്റിക്കൽ ഘടകങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പ്രത്യേകിച്ച് ഈ ഒഞ്ചിയം എന്ന പ്രദേശം നിൽക്കുന്ന വടകര മണ്ഡലം, അതിൻ്റെ ഇന്നത്തെ പൊളിറ്റിക്കൽ സിനാരിയോ എന്താണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് എത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അടഞ്ഞ അധ്യായം, ഒരു അണഞ്ഞ ഓർമ്മകൾ, TPയുടെ ഓർമ്മകൾ അണഞ്ഞു എന്ന് കരുതിയെടുത്ത് വീണ്ടും അത് ജ്വലിക്കുന്ന സാഹചര്യത്തിലേക്ക് കൂടി എത്തുകയാണോ ശ്രീ എൻ വേണു? അല്ല, ഇതിലൊരു കാര്യം, രാഷ്ട്രീയ പാർട്ടികൾക്കോ മുന്നണികൾക്കോ ഉണ്ടാകുന്ന ലാഭനഷ്ടങ്ങൾ ആയിട്ടല്ല ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഒരു നീതി നടപ്പിലാക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിലെ ഉന്നതരായ വക്കീലന്മാരെയാണ് CPM അണിനിരത്തിയത്. ഇപ്പോൾ രാമൻപിള്ള പൂർണ്ണ സമയം, രാമൻപിള്ള തന്നെ കേരളത്തിലെ മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള ബഹുമാനപ്പെട്ട രാമൻപിള്ള തന്നെ പൂർണ്ണ സമയം ഈ കേസ് നടത്താൻ വേണ്ടി അവിടെ ചുമതലപ്പെടുത്തി. CPMൻ്റെ നേതാക്കന്മാർ ചുമതലയേറ്റ് ഹൈക്കോടതിയിൽ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. CPM നേതാക്കന്മാരെ കേസ് നടത്താൻ വേണ്ടി 10-25ഓളം വലിയ വക്കീലന്മാർ. അവിടെ ഒരു കാര്യം വിരലുകൊണ്ടുന്നത്, ഹൈക്കോടതിയിലൊക്കെ ഡൽഹിയിൽ നിന്നൊക്കെ വരുന്ന, അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ തന്നെ സീനിയർ അഭിഭാഷകർ, നോട്ടുകെട്ടുകളുടെ പിൻബലത്തിൽ വരുന്ന സീനിയർ അഭിഭാഷകന്മാർ നടത്തിയാലേ കേസ് വിജയിക്കൂ എന്ന ഒരു 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 നിഗമനത്തെ പൊളിച്ചെഴുതുകയാണ് ഈ കോടതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഡ്വക്കേറ്റ് കുമാരൻകുട്ടി, S. രാജീവ്, ഷഫല് ഉൾപ്പെടെയുള്ള വളരെ സാധാരണക്കാരായ അഭിഭാഷകരെയാണ് ഞങ്ങൾ ഇതിനെ അണിനിരത്തിയത്. ഒരു കാര്യം ഉറപ്പിച്ചു, ഒരു നീതി പണത്തിന് മീരെയാണ്. പണത്തിൻ്റെയും അധികാരശക്തിക്കും അപ്പുറം നീതി സ്ഥാപിക്കപ്പെടുമെന്നതിൻ്റെ
ഏറ്റവും ശക്തമായ ഉദാഹരണമാണ് ഹൈക്കോടതിയുടെ ഈ തീർച്ചയായും ശ്രീ എൻ വേണു പറഞ്ഞതുപോലെ ഓരോ പ്രതികൾക്കും വേണ്ടി പ്രത്യേകം അഭിഭാഷകർ നേരിട്ടെത്തി കേസ് വാദിച്ച ഒരു സംഭവം കൂടി, അസാധാരണമായ ഒരു കേസായി കൂടി ഇത് മാറിയാണ്. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ റെജി ലൂക്കോസ്, CPM-നെ സംബന്ധിച്ചോളം ഈ ഇന്നത്തെ കോടതിയുടെ പരാമർശങ്ങൾ, വിധി, ഇനി കോടതി ഉൾക്കാഴ്ചയോടുകൂടി നടത്താൻ പോകുന്ന ഇടപെടലൊക്കെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള തിരിച്ചടി കൂടിയായി മാറുന്നുണ്ടോ? കാരണം രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ, ജ്യോതി ബാബു, കൃഷ്ണൻ, പ്രധാനപ്പെട്ട CPM-ന്റെ നേതാക്കളായിരുന്നു. അവർ കൂടി പ്രതിപട്ടികയിലേക്ക് വരികയാണ്. എന്താണ് താങ്കളുടെ നിരീക്ഷണം പൊതുവെ? പ്രതീക്ഷ, വിധിയെ സ്വാഭാവികമായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യണം. ഹൈക്കോടതി വിധിയാണ്. CPM-നെ ഇതിനകത്ത് കണക്ട് ചെയ്ത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എനിക്ക് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാകത്തില്ല. 2012 നടന്ന TP ചന്ദ്രശേഖരൻ വധം വളരെ ബുദ്ധിപൂർവ്വം അന്നത്തെ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് CPM-നെ തകർത്താൻ, CPM-ന്റെ ഉന്നത നേതാക്കളെ എല്ലാം പ്രതിയാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയായിരുന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അന്നത്തെ മന്ത്രിയായിരുന്ന, ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ കേസിനെടുത്ത് കാണിച്ച വലിയ രീതിയിൽ അദ്ദേഹം ഡയറക്റ്റായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ വലിയ ഉത്സുകമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് നമ്മുടെ മുമ്പിൽ വളരെ കാര്യമായിട്ടുണ്ട്. CPM-നെ തകർത്ത് അന്ന് 2 MLA-മാരുടെ മാത്രം ഭൂരിപക്ഷമുള്ള ഉമ്മൻചാണ്ടി സർക്കാരിലെ കുറച്ചുകൂടെ സ്ട്രോങ് ആയി മുമ്പോട്ട് കൊണ്ടുവരാനും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇത് മാർക്കറ്റ് ചെയ്ത് കേരളത്തിൽ വീണ്ടും അധികാരത്തിലെത്താനുള്ള ഒരു വലിയ നീചമായ രാഷ്ട്രീയ ഗൂഢാലോചനയായിരുന്നു TP ചന്ദ്രശേഖരൻ വധത്തിൽ CPM-നെ കണക്ട് ചെയ്തത്. CPM അന്നേ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ല. ഏതെങ്കിലും പാർട്ടി പ്രവർത്തകൻ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ ഏതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്ന റെജി ലൂക്കോസ്, ഈ പറയുന്ന രണ്ടുപേരെ നിങ്ങൾ ഇപ്പോൾ തള്ളി പറയുകയാണോ? ഈ KK കൃഷ്ണനെയും താങ്കൾ പറഞ്ഞു ഹൈക്കോടതി വിധിയെ ബഹുമാനിക്കുന്നു എന്നാണ് MV ഗോവിന്ദനും പറയുന്നത്. ഈ KK കൃഷ്ണനും ഈ ജ്യോതി ബാബുമൊക്കെ പിന്നെ ആരാണ്, ഏത് പാർട്ടിയിലാണ് കഴിഞ്ഞ നാളുകളിൽ അവർ പ്രവർത്തിച്ചത്? അല്ല, അതിലേക്കാണ് ഞാൻ വരുന്നത്. സ്വാഭാവികമായിട്ടും CPM-ൽ പ്രവർത്തിച്ച് CPM-ൽ നിന്ന് പുറത്തുപോയി എത്രയോ ആളുകൾ ഏതെല്ലാം രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമുക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കിർമാണി എന്ന് പറയുന്ന വ്യക്തി, ഇവരെല്ലാവരും CPM-ൽ നിന്ന് പുറത്താക്കിയതിനു ശേഷമാണ് ക്രിമിനൽ ആക്ടിവിറ്റീസ് വന്നിരിക്കുന്നത്. പാർട്ടി അതിന് ഔദ്യോഗികമായിട്ടുള്ള അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല. അപ്പൊ അങ്ങനെ ഒരു പരിവേഷം ചേർത്തി കേരളത്തിലെ പ്രത്യേകിച്ച് വടകര പോലെയുള്ള പ്രദേശങ്ങളിലെ ജനങ്ങളെ, CPM-ന് അതിശക്തമായ വേരോട്ടമുള്ള വടകര പോലെയുള്ള കോഴിക്കോട് ജില്ല, കണ്ണൂർ ജില്ലയായിട്ട് ചേർന്ന് നടക്കുന്ന കൊച്ചി പ്രദേശങ്ങളിലും അതിന് ചുറ്റുവട്ടമുള്ള പ്രദേശങ്ങളിലും ജനങ്ങളെ CPM-നെതിരെ തിരിക്കാനുള്ള ശ്രമങ്ങൾ അവർ പരാജയപ്പെടുകയത്. അതിനുശേഷം നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നമുക്കറിയാം, കഥ വേറെയാണ്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതായിരുന്നു ഏറ്റവും വലിയ പ്രചരണായുധം. വടകര, പ്രത്യേകിച്ച് വടകര നിയോജകമണ്ഡലത്തിൽ, കോഴിക്കോട് മിക്കവാറും എല്ലാ നിയോജകമണ്ഡലങ്ങളിലും ഇതായിരുന്നു പ്രകടനായുധം. എന്നിട്ട് ആരവിടെ ജയിച്ചത്? അവിടുത്തെ വഞ്ചിയത്തെ ജനങ്ങൾ പോലും അംഗീകരിച്ചില്ല. അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ CK നാണുമാണ് അവിടുന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് വിജയിച്ച് മുന്നോട്ട് വന്നത്. ഇന്നിപ്പോൾ രണ്ടുപേരെ, ഈ 10-12 പ്രതികളെ അവരെ വെറുതെ വിട്ടത് ഒഴിവാക്കി കോടതി അവരുടെ കീഴ്ക്കോടതി വിധിയെ തിരുത്തിയിട്ടുണ്ട്. അത് വളരെ വസ്തുതാപരമായ കാര്യമാണ്. അവർക്ക് മുൻപ് CPM-ഉമായിട്ട് ബന്ധമുണ്ടായിരുന്നതിന്റെ പേരിൽ എങ്ങനെയാണ് CPM അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയത്തിന് മറുപടി കൊടുക്കേണ്ടവരും വലിയ രീതിയിൽ ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതൊക്കെ നിങ്ങൾ പറയുന്നത്? CPM ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് എത്രയോ ചർച്ചകൾക്ക് ബലിയാടായിട്ടുണ്ട്. നമ്മൾ തമ്മിൽ തന്നെ ഇരുന്നിട്ടില്ല എത്രയോ ചർച്ചകളിൽ. അപ്പൊ ഒരു കാര്യം വ്യക്തമാണ്. ഇവിടെ ബഹുമാനപ്പെട്ട വേണു പറഞ്ഞ ഒരു വാക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞു, മോഹനൻ മാഷ്, ഇപ്പോൾ ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന മോഹനൻ മാഷ് കീഴ്ക്കോടതി വെറുതെ വിട്ട 1 വർഷക്കാലമാണ് ആ നിരപരാധിയായ സഖാവിനെ ജയിലിലിട്ടത്. 1 വർഷക്കാലം. അന്ന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. കോൺഗ്രസിന്റെ പ്രതിനിധിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. നിർദ്ദയം, മോഹനൻ മാഷിന്റെ ചരിത്രം പഠിച്ചാൽ അറിയാം. ഇത്രയ്ക്കും നല്ലൊരു ജനനേതാവ്, അദ്ദേഹത്തിന് നിർദ്ദയം 1 വർഷം ജയിലിലിട്ടതിന് ശേഷം കീഴ്ക്കോടതി പറഞ്ഞു യാതൊരു തെളിവുമില്ല, ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അദ്ദേഹത്തിന് 1 വർഷത്തെ അദ്ദേഹത്തിന്റെ ജയിൽവാസത്തിന് ശേഷം അദ്ദേഹത്തിനെ പുറത്തുവിട്ടു. അതിപ്പോൾ ഹൈക്കോടതി അതേപടി ശരി, തീർച്ചയായും തിരുവഞ്ചൂരിന്റെ പ്രതികരണം കൂടി നമുക്ക് തേടാം. ഒപ്പം താങ്കൾ വളരെ രാഘവത്തോടു കൂടി ഈ വാചകങ്ങൾ പറയുമ്പോൾ തീർച്ചയായും എൻ വേണുവിന് അതിന് മറുപടി ഉണ്ടാകും. ഈ എൻ വേണു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്, CPM-ന് പൊക്കിൽ കൂടി ബന്ധമാണ് CPM-മായി ഈ 2 പേർക്ക്, ഇന്ന് പ്രതികരിക്കപ്പെട്ടവർക്ക് ഉള്ളത് എന്ന് നിങ്ങൾ പറയുമ്പോൾ അതല്ല അതിലേക്ക് വലിച്ചിഴക്കേണ്ട എന്ന് പറയുന്ന ഒരു കാര്യം. 2, മോഹനൻ മാസ്റ്റർ വേട്ടയാടലിന്റെ ഒരു ഇരപരിഭാഷം നൽകുകയാണ്. കാരണം കോടതി വിധിയിൽ അദ്ദേഹം നിങ്ങൾ പറഞ്ഞ ആ നിർദ്ദേശവും വാദങ്ങളും ഒക്കെ തന്നെ കോടതി മുഖവിലേക്ക് എടുത്തിട്ടില്ല. അദ്ദേഹം പ്രതിപട്ടികയിലേക്ക് വരുന്നില്ല. അതേസമയം അദ്ദേഹം ആ കാലയളവിൽ ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുമുണ്ട്. അതിനൊക്കെയുള്ള മറുപടി എന്താണ് ശ്രീ എൻ വേണു? ഇല്ല, ശ്രീ റെജി ലൂക്കോസ് ഇവിടെ സൂചിപ്പിച്ച ഒരു കാര്യം, ഇവർക്ക് CPM-മായി ബന്ധമില്ല എന്നതാണ്. അല്ല, ഇനിയും അത്തരമൊരു വാദഗതി ഉന്നയിക്കുന്നത്
കേരളത്തിലെ സമൂഹം നിങ്ങളുടെ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാദത്തിന് വേണ്ടി റെജി ലൂക്കോസ് CPM-മായി നേരിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞ് നമുക്ക് അംഗീകരിക്കാം. പക്ഷേ കുഞ്ഞനന്തനും KK കൃഷ്ണനും CH അശോകനും ഒക്കെ CPM-മായി ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അത് CPM പോലും അംഗീകരിക്കില്ല. കാരണം അവരൊക്കെ പ്രധാനപ്പെട്ട കമ്മിറ്റികളിലും ഘടകങ്ങളിലൊക്കെ വർഷങ്ങളായി പ്രവർത്തിക്കുകയും CPM-ന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ഒഞ്ചിയം ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്ന അന്നത്തെ CH അശോകൻ, റെജിയെ ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. CH അശോകൻ NGO യൂണിയൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം മരണപ്പെട്ടു. പക്ഷേ അദ്ദേഹമാണ് ഒരാൾ പ്രധാനപ്പെട്ട പ്രതി ഇതിൽ. എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടെയും കണ്ണൂരിലെയും പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർ ഗൂഢാലോചന നടത്തി. ഒന്ന് തുടരുക. താങ്കൾ പറഞ്ഞതുപോലെ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായ തിരുവഞ്ചൂർ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, താങ്കൾ ഈ വിധി കേട്ടുകാണും. അതിന്റെ പൂർണ്ണ വിവരങ്ങളും താങ്കളുടെ കൈകളിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. കാരണം ഇന്നിപ്പോൾ നമ്മൾ ചർച്ച നടത്തുമ്പോൾ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു കാര്യം CPM പ്രതിനിധി അല്ലെങ്കിൽ ഇടത് സഹയാത്രികന്റെ ഭാഗത്തു നിന്നും വന്ന ഒരു കമന്റാണ്. കാരണം അന്ന് മോഹനൻ മാസ്റ്ററെ ജയിലിലടച്ചതിന്റെ ഏക ഉത്തരവാദി ശ്രീ തിരുവഞ്ചൂരിന്റെ പോലീസും ആഭ്യന്തര വകുപ്പുമാണ്. ഇന്ന് മാപ്പ് പറയുമോ എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം ചോദ്യം ഉന്നയിക്കുന്നത്. ഒപ്പം ഈ കേസ് ഇന്ന് പരിഗണിച്ചൊരു വിധി പുറപ്പെടുവിക്കുമ്പോൾ കോടതി ചില അസാധാരണമായ സാഹചര്യങ്ങളിലേക്ക് കൂടി പോകുകയാണോ ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ 12 ആളുകൾക്കെതിരെ അവിടെ ലൈഫ് ഇംപ്രിസൺമെന്റ് കൊടുത്തല്ലോ. അവർക്ക് ജീവപര്യന്തം കഠിന തടവാണ് അവർ ചെയ്ത് കഴിയാണ്. 2 പേരെ കൂടെ ഇപ്പൊ അപ്പീലില് കോടതി തന്നെ കണ്ടെത്തി. അങ്ങനെ 12-14. മോഹനൻ മാസ്റ്ററെ ആദ്യത്തെ ട്രയൽ കോടതി തന്നെ പുറത്തു വിട്ടിരുന്നു. ആ വിട്ടതിന് ശേഷമുള്ള അപ്പീലാണ്. അത് പഴയ തീരുമാനം കൺഫേം ചെയ്തുകൊണ്ടുള്ള അപ്പീലാണ്. അതിലേത് ഭാഗത്താണ് ഞാൻ മാപ്പ് പറയേണ്ടതെന്ന് സൂചിപ്പിച്ചാൽ എനിക്കത് മനസ്സിലാവും. ഈ കേസ് ഒരു കാര്യമുണ്ട്, ഞാൻ ചെയ്തത് കറക്റ്റോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അതിനുശേഷം ഇവിടെ ഈ കണ്ണൂരിൽ രാഷ്ട്രീയ കൊലപാതകം 1 കൊല്ലത്തേക്ക് നടന്നിട്ടില്ല എന്നുള്ളത് കേരള രാഷ്ട്രീയത്തിന്റെ വഴിത്തിരിവാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോളൂ. ഈ കേസ് നടന്നതിന് ശേഷം 1 വർഷക്കാലം കണ്ണൂരിൽ ഒരു രാഷ്ട്രീയ കൊലപാതകം നടന്നിട്ടില്ല. കാരണം എന്താ? പ്രേരണ കുറ്റത്തിന് അവിടെ ശിക്ഷിക്കപ്പെട്ട ആളുകൾ പോലും അവിടെ നിൽക്കുന്ന സമയത്ത് ഈ വലിയ പ്രധാനപ്പെട്ട ആളുകൾ അവർ തിരശ്ശീലയ്ക്ക് പുറത്തു നിന്നുകൊണ്ട് അവരുടെ ഡയറക്ഷൻ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിർദ്ദേശം കൊടുത്ത് അവരെ കൊണ്ട് നടത്തിച്ചുകൊണ്ടിരുന്ന കൊലപാതകത്തിൽ യഥാർത്ഥത്തിൽ പ്രേരണ നടത്തിയ ആളുകളെയും പിടിക്കും എന്നുള്ള നില വന്നതുകൊണ്ട് മാത്രമാണ് പിന്നീട് 1 കൊല്ലക്കാലത്തേക്ക് കണ്ണൂരിൽ രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായിട്ടില്ല. അപ്പം അതിനുള്ള ക്രെഡിറ്റ് എനിക്ക് വേണമെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല. പക്ഷേ ആ കണ്ടെത്തലിനേക്കാൾ എന്ത് വ്യത്യാസം ഇപ്പൊ വന്നിരിക്കുന്നത്? 2 പേർ പ്രതികളെ കൂടി പിടിച്ചു എന്നുള്ളതല്ലേ ഉള്ളൂ. മോഹനൻ മാസ്റ്റർക്ക് അന്ന് ഒരു യഥാർത്ഥത്തില് അന്ന് ട്രയൽ കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു. പക്ഷെ മോഹൻ മാസ്റ്ററെ വിസ്തരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിരുന്ന CK ശ്രീധരൻ ഹാജരായില്ല എന്നുള്ള സത്യം കൂടെ അറിയണം. ആ CK ശ്രീധരൻ ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തുണ്ട്. അപ്പൊ എല്ലാം കൂടെ കൂട്ടി വായിക്കണം. അവസാനം കുമാരൻകുട്ടിയാണ് അവിടെ മോഹൻ മാസ്റ്റർ വിസ്തരിക്കുന്നത്. ശ്രീ തിരുവഞ്ചൂർ, അതായത് ഈ CK ശ്രീധരന്റെ പ്രധാനപ്പെട്ട ചില ആയുധങ്ങൾ അദ്ദേഹം പല കാര്യങ്ങളും ലാക്കാക്കി ഒരു കൂറുമാറ്റത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ എല്ലാം ഇതിന്റെ ദൗർബല്യങ്ങളും പരിപോഷിക്കപ്പെടുന്ന പോയിന്റുകളെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ്. നന്നായിട്ട് അറിയാവുന്ന CK യുടെ ഈ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ ഇടപെടലുമൊക്കെ ഇതിൽ CPM-നെയോ അല്ലെങ്കിൽ ഈ പ്രതികൾക്കോ ഏത് രീതിയിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകാം എന്നാണ് അങ്ങ് മനസ്സിലാകുന്നത്. ഈ സാഹചര്യങ്ങളൊക്കെ മാറിയ ശേഷമുള്ള വിധി. ഞാൻ മനസ്സിലാക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ കാര്യങ്ങളുടെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ നിങ്ങൾ കൂടി ആലോചിച്ചു കൊള്ളൂ. ഒരു കേസ് നടത്തുന്നതിന് വേണ്ടി നമ്മൾ ഒരാളിനെ ഉത്തരവാദിത്തപ്പെടുത്തി. ആ ഉത്തരവാദിത്തപ്പെട്ട ആളെ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം എല്ലാവരെയും വിസ്തരിക്കുന്നു. മോഹന മാസ്റ്റർ വിസ്തരിക്കേണ്ട ദിവസം അദ്ദേഹം മുന്നറിയിപ്പ് പോലും ഇല്ലാതെ അദ്ദേഹം ഒഴിവാകുന്നു. കുമാരൻകുട്ടി അവസാനത്തെ ദിവസത്തിൽ ആ വിസ്താരണത്തിന് അവിടെ കോടതിയിൽ എത്തേണ്ടി വരികയാണ് ഉണ്ടായത്. അതിനുശേഷം CK ശ്രീധരൻ മാർക്സിസ്റ്റ് പാർട്ടി ചേർന്നു. അതൊന്നും ഞാൻ കൂട്ടുവായിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ലോകം മുഴുവൻ മണ്ടന്മാരുടെ ഒരു താവളമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതൊക്കെ വളരെ കൃത്യമായി കാൽക്കുലേറ്റഡായി നടന്നിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള നല്ല ബോധ്യമുണ്ട്. ഞങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ ബോധ്യം ബഹുജനങ്ങൾക്കുണ്ട്. ഒപ്പം ചെറിയൊരു കാര്യം കൂടി, ഈ വിധി ഹൈക്കോടതി ചില അസാധാരണമായ നടപടികൾ, കാരണം പ്രതികളുടെ ആരോഗ്യ മാനസിക സ്ഥിതിയൊക്കെ പരിശോധിക്കാൻ പറയുന്നു. എല്ലാ പ്രതികളും 26 ഹാജരാക്കും ആകണമെന്ന നിർദ്ദേശമൊക്കെ നൽകുമ്പോൾ എന്താണ് ഒരുപക്ഷെ നമുക്ക് ഉറ്റുനോക്കാൻ കഴിയുക ഈ ഘട്ടത്തിൽ? അതല്ല, ഈ ഘട്ടം ഇത് വേറൊരു ഘട്ടമാണ്. അന്നത്തെ ഞാൻ കൈകാര്യം ചെയ്ത ഘട്ടത്തിൽ ഒരു ഡയറക്റ്റ് എവിഡൻസും ഉണ്ടായിരുന്നില്ലല്ലോ.
നേരിട്ട് കണ്ട ഒരു സാക്ഷി പോലും ഉണ്ടായില്ലല്ലോ. അതെല്ലാം പല രൂപത്തിൽ നിൽക്കല്ലായിരുന്നോ? അവിടെ നിന്നാണ് ഒരു കേസ് ഡെവലപ്പ് ചെയ്തത്. അതിനകത്താണ് ഇവരുടെ എല്ലാം ലിങ്ക് വന്നത്. പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തിയിട്ടാണ് ചില ആളുകളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ കോടതിയുടെ മുമ്പിൽ തെളിയിച്ചത്. ഇതൊക്കെ നീതിന്യായ കോടതിയുടെ വിധിയല്ലേ? ആ നീതിന്യായ കോടതിയിൽ ഒരാളിനെ വിട്ടതിൽ ഞങ്ങൾ ആശ്വാസം കൊള്ളുന്നു, ബാക്കിയുള്ളവരെ ശിക്ഷിച്ചതിനെ കുറിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു കേസിന്റെ വിധി നമ്മളെടുത്ത ഒന്നുകിലും മൊത്തത്തിൽ അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ മൊത്തത്തിൽ റിജക്ട് ചെയ്യണം. അതിനകത്ത് വന്നിട്ടുള്ള വീഴ്ചകൾ ഞങ്ങൾ രക്ഷപ്പെട്ടതാണ് എന്ന് പറയാമോ? നിയമസമാധാനം അറിയാവുന്ന ആരെങ്കിലും അതിനൊരു നിലപാടെടുക്കും. അതുകൊണ്ട് അവിടെ കോഴിക്കോട് സ്പെഷ്യൽ ജഡ്ജ് നടത്തിയിട്ടുള്ള വിധി ഞാൻ അതിനകത്ത് പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. ആ കേസ് നടത്തിച്ചിട്ടുള്ള പോലീസ് ടീം കേരള പോലീസ് കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് ടീമാണ് എന്ന് ഞാൻ വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ പ്രതികരിച്ചതിന്. അന്ന് ആഭ്യന്തരമന്ത്രി സ്ഥാനം വഹിച്ചിരുന്ന തിരുവഞ്ചൂരാണ് അന്നത്തെ സാഹചര്യങ്ങളും ഇന്നത്തെ വിധിയും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പ്രതികരിച്ച ശ്രീ എൻ വേണു. നേരത്തെ CPM-ന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ ഇപ്പോഴും CPM-ന് ഇക്കാര്യത്തിൽ ഒരു തരത്തിലും ബന്ധമില്ല എന്ന് പറയുന്നതിലെ കേൾക്കുമ്പോൾ നമുക്ക് ആശ്ചര്യം ഊറുന്നുണ്ട്. കാരണം എത്രയോ ഈ ഏറ്റവും ഒടുവിൽ വരുന്ന രണ്ടുപേരുടെ പ്രതിചേർക്കലും അവരുടെ ഇടപെടൽ CPM-മായി എത്രത്തോളം നിൽക്കുന്നതാണ് എന്നൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതൊന്ന്. മറ്റൊന്ന്, 26-ാം തീയതി വരാൻ പോകുന്ന വിധിയെ എത്രത്തോളം പ്രതീക്ഷയോടുകൂടിയാണ് RMP എന്ന പാർട്ടി കാണുന്നത്? മറ്റൊന്ന്, പി മോഹനെ കുറ്റമുക്തമാക്കി ബന്ധപ്പെട്ട് അപ്പീലിന് പോകുമെന്ന് KK രമ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴുണ്ടാകും? ഈ വിധി കൂടി വന്ന ശേഷം തന്നെ ആയിരിക്കില്ലേ? അതിൽ ആദ്യമായി സൂചിപ്പിക്കാനുള്ള ഒന്ന്, 26-ാം തീയതി ഈ വിധി അനുകൂലമായിരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഉയർന്ന വിധി ഇവർക്ക് ലഭിക്കാൻ വേണ്ടിയുള്ള അപ്പീൽ ഞങ്ങൾ പോകും. പി മോഹൻ മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം, പി മോഹൻ മാസ്റ്റർ മാത്രമല്ല, ഇപ്പോൾ മാറാട് സ്പെഷ്യൽ കോടതി ഒരുപാട് ഇതിൽ നേരിട്ട് പങ്കില്ലാത്ത ഗൂഢാലോചനയുമായി ഇതിൻ്റെ സഹായികളായി പ്രവർത്തിച്ച CPM-ന്റെ കുറേ അധികം ആളുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. ആ ഒഴിവാക്കിയ ഇതിലാണ് പി മോഹൻ മാസ്റ്റർ നിൽക്കുന്നത്. പി മോഹൻ മാസ്റ്റർ ചെറിയ പുള്ളിയല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കേസിൽ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന ഘടകം മോഹൻ മാസ്റ്ററാണ്. കുഞ്ഞനന്തൻ ചെയ്ത കുറ്റം, കുഞ്ഞനന്തൻ കുറ്റക്കാരനെങ്കിൽ പി മോഹൻ കുറ്റക്കാരനാണ്. കുഞ്ഞനന്തൻ വിളിച്ച് അവിടെ ഗൂഢാലോചന നടക്കുമ്പോൾ കോഴിക്കോട് ജില്ലയുടെ തീരുമാനം ഉറപ്പിക്കാൻ വേണ്ടി പി മോഹൻ മാസ്റ്ററെ വിളിച്ച രേഖകൾ ഉൾപ്പെടെ കോടതി ചർച്ച ചെയ്തതാണ്. എന്തോ ഈ ഹൈക്കോടതിക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പി മോഹൻ രക്ഷപ്പെട്ടു എന്ന ഒരു ധാരണയും വേണ്ട. കാരണം CPM ഇതിൽ രാഷ്ട്രീയ പ്രേരിതമാണ്, ഇതിൽ ഗൂഢാലോചനയില്ല, പാർട്ടിക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ ഘട്ടത്തിലെല്ലാം പാർട്ടിയുടെ ഉയർന്ന തലത്തിൽ പ്രവർത്തിച്ച ആളുകളൊക്കെ ഇതിൽ ഇൻവോൾവാണ്. അവരെയൊക്കെയാണ് കോടതി ശിക്ഷിച്ചത്. ഇവിടെ ഇപ്പോൾ CPM അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. കുറ്റം ചെയ്ത ആളുകളെ അവർ കുറ്റക്കാരെന്ന് തീരുമാനിക്കേണ്ടത് CPM അല്ലല്ലോ. അതിനാണല്ലോ കോടതി. ആ കോടതി പറഞ്ഞ കാര്യങ്ങളൊന്നും CPM അംഗീകരിക്കുന്നില്ലല്ലോ. ഇപ്പോൾ ഞാൻ റജി ലൂക്കോസോട് പറയുന്നത്, ഇവരൊന്നും CPM അല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ റജി ലൂക്കോസിൻ്റെ മുന്നിലും ഒരു ഇന്നോവ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇവരൊക്കെ എല്ലാ ഘട്ടങ്ങളിലും CPM-ന്റെ ഭാഗമായിരുന്നു. ഞങ്ങൾക്കൊക്കെ അറിയാം, നേരിട്ടറിയാം ഇവരെയൊക്കെ. അപ്പോൾ ആ വർത്തമാനം ഇനി പറഞ്ഞു പോകുന്നതിൽ കാര്യമില്ല. CPM ഒരു മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ സംഘടനയാണെങ്കിൽ CPM ചെയ്യേണ്ടത്, ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നുവെന്ന് ഈ കേരളീയ പൊതുസമൂഹത്തിൽ മാപ്പ് പറയേണ്ടതാണ്. അത് പറയാതെ ഈ 13 പേരും ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട ആളുകളും പ്രതിപട്ടികയിൽ വന്ന ആളുകളൊന്നും CPM ബന്ധമില്ല, അവർ നിരപരാധികളാണ് എന്ന് CPM അല്ലല്ലോ പറയേണ്ടത്, കോടതിയാണല്ലോ. 26-ാം തീയതി കോടതി പരിശോധിക്കും. ഞങ്ങൾ കൊടുത്ത അപ്പീലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർക്ക് ഉയർന്ന ശിക്ഷ, ഏറ്റവും പൈശാചികമാണല്ലോ ഈ കൊലപാതകം. അപ്പൊ സ്വാഭാവികമായും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കോടതിയെ. വലിയ പണാധിപത്യവും അവസാനമായി മറുപടി ഉണ്ടെങ്കിൽ ചോദ്യം ഒന്ന് ആവർത്തിക്കാവോ? അവസാനമായി, കാരണം തെരഞ്ഞെടുപ്പിന്റെ സമയം കൂടിയാണ്. ഇനി കേസ് 26-ാം തീയതി പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും പ്രതികൾക്ക് നൽകാൻ പോകുന്ന ശിക്ഷയുടെ കാഠിന്യം, മറ്റ് വാദം കേൾക്കൽ എല്ലാമൊക്കെ നടക്കുമ്പോൾ അത് ചർച്ച ചെയ്യപ്പെടുകയാണ് വീണ്ടും. അല്ല, തീർച്ചയായിട്ടും അതൊക്കെ ചർച്ച ചെയ്യപ്പെടണമല്ലോ. അതാണല്ലോ പൊതുജനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹം ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ബഹുമാനപ്പെട്ട വേണു 2 തവണയായിട്ട് ആവർത്തിച്ച് പറഞ്ഞു CPM-ഉമായിട്ട് അവർക്ക് ഒരു ബന്ധം ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. CPM-ഉമായിട്ട് അവർക്ക് ബന്ധമുണ്ടായിരുന്നു. തെറ്റ് ചെയ്തു എന്ന് ബോധ്യമായപ്പോൾ അവരെ പാർട്ടിയിൽ നിന്ന് പുറത്തു കളഞ്ഞു. അങ്ങനെ എവിടെയെല്ലാം പാർട്ടി എത്ര പേർക്കാരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പ്രശ്നങ്ങളിൽ ഇടപെട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അത്തരക്കാരെ പാർട്ടി KC രാമചന്ദ്രനെ ഒഴികെ മറ്റാരെയും പാർട്ടി നടപടി എടുത്തിട്ടില്ല. അതാണ് കുഞ്ഞനന്തനെ എഴുന്നള്ളിക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
അല്ല, ഞാനൊന്ന് പറഞ്ഞു പൂർത്തിച്ചോട്ടെ. കുഞ്ഞനന്ദ സഖാവിനെ കുറിച്ച് പിന്നെ ഞാൻ കോട്ടയത്തായിരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഈ വിഷയം ബന്ധപ്പെട്ട് നടപടിയുടെ കാര്യം പറയൂ ബാക്കിയുള്ള കുഞ്ഞനന്ദൻ എന്നിട്ട് കേൾക്കും. കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന സഖാവ് ഈ കേസുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു വിശ്വസിക്കുന്ന സഖാക്കളാണ് 100% പ്രദേശമുള്ളവര്. അദ്ദേഹത്തിന് ഈ പറഞ്ഞ രാഷ്ട്രീയ വേട്ടയ്ക്ക് വേണ്ടിയിട്ട് ഡയറക്റ്റ് ആയിട്ട് യാതൊരു തെളിവുമില്ലായിരുന്നു, ദിക്സാക്ഷി ഇല്ലായിരുന്നു എന്ന് അന്നത്തെ ആഭ്യന്തരമന്ത്രി ഒരാൾ നിരപരാധിയാണോ കുറ്റക്കാരെന്ന് തീരുമാനിക്കുന്നത് അല്ല അത് മനസ്സിലായിരുന്നു. കോടതി ഈ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ 35 വർഷം അല്ല തീർച്ചയായിട്ടും. അല്ല ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംസാരിപ്പിക്കാതിരിക്കാതെ ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞനന്ദ മാഷെ പോലെയുള്ളവരെയും പിന്നെ മോഹന മാഷെ പോലെയുള്ളവരെയും CPM വേട്ടയ്ക്ക് വേണ്ടി കേസിൽ കുടുക്കിയതാണെന്നുള്ളത് ഇപ്പൊ ഏതാണ്ട് തെളിഞ്ഞു കഴിഞ്ഞു. മോഹന മാഷ കാര്യത്തിൽ 100%. ഇവർ എത്ര പ്രാവശ്യം മാപ്പ് പറഞ്ഞാൽ പോലും തീരാത്തതാണ് ആ മനുഷ്യനെ 1 വർഷം. മോഹന മാഷ അങ്ങനെ മാറ്റി വെക്കുന്നത്? അതെങ്ങനെ മാറ്റി വെക്കുന്നത്? പാർട്ടിയുടെ സമന്വിതനായ ഒരു നേതാവ്, മുൻ MLA. അദ്ദേഹത്തിന്റെ ഒരു കാര്യം ആശ്വാസമായി കാണും. ബാക്കിയുള്ള ഈ ജ്യോതിബാബുവും കെ കൃഷ്ണനും അവരൊക്കെ പിന്നെ ആരാണ് ശ്രീ റെജി ലൂക്കോസ്? ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ, അവരെ കോടതി എനിക്കറിയാം, ആ ചരിത്രം മുഴുവൻ അറിയാം. അതുകൊണ്ടാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. കോടതി അവരെ വെറുതെ വിട്ട് കോടതിയൊക്കെ പിന്നെ കീഴ്ക്കോടതി ഇവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞാൽ പിന്നെ പാർട്ടി എന്താ ചെയ്യണ്ടേ? ഇപ്പോൾ ഹൈക്കോടതി അവരെ ശിക്ഷിച്ചിരിക്കുന്നു, അവര് കുറ്റവാളികളാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവർ തെറ്റ് ചെയ്തിട്ടുണ്ട്, അവർ ശിക്ഷിക്കപ്പെടണം. ശരി. അത്രയെങ്കിലും റെജി ലൂക്കോസ് ആ ഒരു പോയിന്റിലേക്ക്, കൺക്ലൂഷനിലേക്ക് എത്തിയതിൽ സന്തോഷം. എന്തായാലും ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ N. വേണു വളരെ നന്ദി. ഒപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ആ സമയത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലയളവ് അദ്ദേഹം ഒന്നുകൂടി പരാമർശിക്കുകയായിരുന്നു.